നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയാണ്. അപ്പം റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി നോർമലി നടക്കുന്നത് മൈക്രോവേവ് റീജിയനാണ്. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി നോർമലി നടക്കുന്നത് മൈക്രോവേവ് റീജിയനിലാണ്. എന്താണ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം റൊട്ടേഷണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കോണ്ടൈസ്ഡ് ആണല്ലേ. അപ്പം ട്രാൻസിഷൻ ബിറ്റ്വീൻ കോണ്ടൈസ്ഡ് റൊട്ടേഷണൽ എനർജി ലെവൽസ് ആരാണ് കാണിക്കുന്നത്? ഗേഷ്യസ് മോളിക്യൂളാണ് ഇത് കൂടുതലും കാണിക്കുന്നത്. സോളിഡും ലിക്വിഡും നോർമലി, പ്യുവർ സോളിഡ് ആൻഡ് ലിക്വിഡ് നോർമലി കാണിക്കാറില്ല. ഈ മൈക്രോവേവ് സ്പെക്ട്ര ഉള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ 1 to 100 centimeter raised to -1. Microwave region, microwave spectra, rotational spectra occurs in the spectral range എന്ന് പറഞ്ഞാൽ 1 to 100 centimeter raised to -1 ആണ്. സോ നമുക്ക് എങ്ങനെ അതൊന്ന് ഷോർട്ടാക്കി പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ കോണ്ടൈസ്ഡ് റൊട്ടേഷണൽ എനർജി ലെവൽസ് ബൈ ദ ഗേഷ്യസ് മോളിക്യൂൾ ഇൻ ദ റേഞ്ച് 1 to 100 centimeter raised to -1. ഓക്കെ. അപ്പോൾ ഇതിലവർ പറയുന്നത്, നമ്മൾ ടെക്സ്റ്റ് ബേസ് ചെയ്താണ് പറയുന്നത്, 2 മോളിക്യൂളുണ്ട്. മോളിക്യൂൾ എ, 2 മോളിക്യൂളല്ല, 2 ബോഡീസ് ഉണ്ട്, എയും ബിയും. അവർ ജോയിൻ ചെയ്തിരിക്കുന്ന ടോട്ടൽ ലെന്ത് എന്ന് പറഞ്ഞാൽ 6 ആണ്. അതിൻ്റെ സെൻറ്റർ നമ്മൾ സി ആയിട്ട് കൺസിഡർ ചെയ്യണം. എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് R1ഉം ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് R2 എന്ന് പറഞ്ഞെടുക്കാം. അപ്പം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ അറിയാലോ. I is equal to m1r1 സ്ക്വയർ പ്ലസ് m2r2 സ്ക്വയർ. എയുടെ മാസ് m1, ബിയുടെ മാസ് m2. ഓക്കെ. നമുക്കറിയാം നമ്മുടെ ഡെഫിനിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വെച്ചിട്ട് m1r1 is equal to m2r2. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ നമ്പർ 2നെ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I is equal to m1r1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല, ജസ്റ്റ് ഞാൻ ഈ സ്ക്വയറിനെ ഓപ്പൺ അപ്പ് ചെയ്തതേ ഉള്ളൂ. m2r2 ഓക്കെ. ഈ m1r1ന് പകരം m2r2 കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു m2r2r1 പ്ലസ് m1r1r2. ഇനി എന്ത് ചെയ്യാം? ഇതിൽ R2 R1 കോമൺ ആയിട്ടില്ലേ, അതിനെ പുറത്തെടുക്കാം. R2 R1 കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ m1 പ്ലസ് m2 എന്ന് പറഞ്ഞ് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ. ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്. ഓക്കെ. ഇനി വേറൊരു ഇക്വേഷൻ പറഞ്ഞുതരാം. R is equal to R1 പ്ലസ് R2 എന്നറിയാം. അപ്പം R2 is equal to എന്തായിരിക്കും? R മൈനസ് R1 ആയിരിക്കും. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് ഈ ഇക്വേഷനിൽ കൊണ്ടിടാം. അപ്പം ഇത് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എഴുതി ഞാൻ. ഇക്വേഷൻ നമ്പർ 4നെ ഇക്വേഷൻ നമ്പർ 2ൽ കൊണ്ടുവന്നിടാം. ദാറ്റ് ഇസ് m1r1 is equal to m2 ഇൻറ്റു R2 അല്ലേ. R2 എന്ന് പറഞ്ഞാൽ എന്താണ്? R മൈനസ് R1. ഓപ്പൺ അപ്പ് ചെയ്യാം. m1r1 is equal to m2r മൈനസ് m2r1. ഓക്കെ. അപ്പോൾ ഇത്ര ഓക്കെ ആയല്ലോ. m1r1 പ്ലസ് m2r1 is equal to m2r എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. ദാറ്റ് ഇസ് R1നെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ m1 പ്ലസ് m2 is equal to m2r എന്ന് പറഞ്ഞ് കിട്ടി. ഇത് ഇത്രയൊക്കെ ആയോ? യെസ്. ഇനി ഇതിൽ നിന്ന് R1 എടുക്കാം. R1 is equal to m2r by m1 പ്ലസ് m2. ഇത് R1 ഇങ്ങനെയാണെങ്കിൽ നമുക്ക് R2 എഴുതാം. R2 is equal to m1r by m1 പ്ലസ് m2. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 5ഉം ഇക്വേഷൻ നമ്പർ 6 എന്ന് പറഞ്ഞിട്ടു. ഈ 2 ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 3ൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് I is equal to m2r by m1 plus m2
ഇൻറ്റു m1r/m1 + m2 ഇൻറ്റു m1 + m2 എന്ന രീതിയിൽ. ഓക്കെ, ഈക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടോട്ടലി അവസാനം നമുക്ക് കിട്ടും I = m1 m2/m1 + m2 ഇൻറ്റു r സ്ക്വയർ. നമ്മുടെ ഇതല്ലേ, ഇനേർഷ്യ അല്ലേ. I = r². അപ്പം I = ഈ ടേമിനെ ഞാൻ I = μr² എന്ന് എഴുതി. ആണ് റെഡ്യൂസ്ഡ് മാസ്. നമ്മുടെ ഡെറിവേഷൻ തീർന്നില്ല, നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡെറിവേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് നമുക്കറിയാം ആംഗുലാർ മൊമെൻറ്റോ എന്ന് പറഞ്ഞാൽ L = കാണാമോ എന്തോ, ആംഗുലാർ മൊമെൻറ്റോ എന്ന് പറഞ്ഞാൽ L = I ഒമേഗ. ഒമേഗ ഈസ് ദ ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, ആംഗുലാർ മൊമെൻറ്റം L കോണ്ടൈസ്ഡ് ആണെന്ന് അറിയാലോ. ആംഗുലാർ മൊമെൻറ്റം അല്ലെങ്കിൽ നമ്മുടെ റൊട്ടേഷണൽ എനർജി എന്ന് പറഞ്ഞാൽ കോണ്ടൈസ്ഡ് ആണ്. അപ്പം L = I ഒമേഗ എന്നറിയാം. അപ്പം നമുക്ക് L = √J × J + 1 × h/2π ആണെന്നും അറിയാം. ഈ J ആണ് നമ്മുടെ റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ. J = റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ ഹാവിംഗ് വാല്യൂ 0, 1, 2, 3 etc. എനർജി EG, എനർജി ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ ½ I ω². ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. L = ആംഗുലാർ മൊമെൻറ്റം ആണ് I ഒമേഗ. L എന്ന് പറഞ്ഞാൽ കോണ്ടൈസ്ഡ് ആണ് ആംഗുലാർ മൊമെൻറ്റം. ആൻഡ് ഇക്വേഷൻ √J × J + 1 × h/2π